കേരളത്തിലും നമ്മുടെ രാജ്യത്തുമൊക്കെ ഇന്ന് പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം വളരെ ശക്തമാണ്. ഇരകളെ ബ്ലെയിം ചെയ്യുന്ന, ഇരകളെ കുറ്റപ്പെടുത്തുന്ന ഒരു പുതിയ ശൈലി. ആർക്കാണോ നീതി നിഷേധിക്കപ്പെടുന്നത് ആ ഇരകളെ തന്നെ പ്രതിയാക്കുന്ന, ഇരകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതികൾക്ക് ജാമ്യവും അവർക്ക് വിടുതലുമൊക്കെ ലഭിക്കുന്ന ഒരു ദുരവസ്ഥ പോലീസ് സംവിധാനത്തിന്റെയും അന്വേഷണത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഇന്ന് പല സംഭവങ്ങളിലും അത് ആവർത്തിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഈ വിഷയത്തിലും വാളയാർ സംഭവത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസാക്ഷിയൊക്കെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. 2 പെൺകുട്ടികൾ ഒരൊറ്റ മുറിയിൽ 2 പേരുടെയും മൃതശരീരങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് കേരളത്തിന്റെ രാജ്യത്തിന്റെ മനസാക്ഷിയെ തെല്ലൊന്നുമല്ല പിടിച്ചു കുലുക്കിയത്. തെളിവുകളൊക്കെ വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിന്റെ ഒന്നും പിറകെ പോയി പ്രതികൾക്ക് ശിക്ഷ കൊടുക്കുവാനായിട്ടുള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായില്ല. മറിച്ച് ഇരകളെ പ്രതിയാക്കുന്ന, ഈ അമ്മയെ പോലും പ്രതിയാക്കുവാനായിട്ടുള്ള സാഹചര്യം പല ഉദ്യോഗസ്ഥന്മാരുടെയും നീതി വ്യവസ്ഥയുടെയും ഭാഗമായിട്ടൊക്കെ ഉണ്ടായി എന്നുള്ളത് നമുക്കൊക്കെ ഒരു വലിയ നാണക്കേടാണ്. അവിടെയാണ് ഈ സമരം ശക്തമായി മുന്നോട്ട് പോകേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ഒരു സഹോദരനായിരുന്ന മധു എന്ന് പറയുന്ന ആദിവാസി യുവാവിനുണ്ടായ ദാരുണാന്ത്യം അതൊരു വലിയ കൊലപാതകമായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ഭക്ഷ്യവസ്തു എടുത്തു എന്നുള്ള കാരണത്താൽ കുറെ ചെറുപ്പക്കാർ കൂടി പച്ചയ്ക്ക് ആ പാവപ്പെട്ട ആദിവാസി യുവാവിനെ തല്ലിക്കൊന്ന് എന്നിട്ടും അതിനെ ന്യായീകരിക്കുവാനൊക്കെയുള്ള, അവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ എന്തുമാത്രം നടന്നു എന്ന് നമുക്കറിയാം. അവരെ രക്ഷപ്പെടുത്തുവാൻ, പ്രതികളെ രക്ഷപ്പെടുത്തുവാനുള്ള തന്ത്രങ്ങളുമായിട്ട് അന്വേഷണ സംഘവും നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗവുമായിട്ടൊക്കെ ഒത്തിരി കളികൾ നടന്നു നമുക്കറിയാം. പക്ഷേ നേരിൽ വിശ്വാസമുള്ള, സത്യത്തിൽ വിശ്വാസമുള്ള, നീതിയിൽ അതിനോട് പ്രതിബദ്ധതയുള്ള ഒരു പ്രോസിക്യൂട്ടർ വന്നപ്പോൾ അതിന്റെ ഗതി മാറി. അവിടെ നീതി സംസ്ഥാപിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. ഈ സമരത്തിന്റെ പ്രതിഷേധ സംഗമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം, എല്ലാ കാലത്തും പറയുന്നത് പോലെ നീതി വൈകാതെ നടപ്പിലാക്കണം. ഈ 2 പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചവരെ കൊന്ന പ്രതികൾക്ക് എല്ലാവർക്കും നമ്മുടെ നിയമനീതി അനുസരിക്കുന്ന, ആവശ്യപ്പെടുന്ന ശിക്ഷ കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ അന്വേഷണത്തെ ഗതിമാറ്റി വിടുവാനും വഴിതിരിച്ചു വിടുവാനും ഒക്കെ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തുവാനും അന്വേഷണം നേരായ മാർഗത്തിൽ കൂടി, ത്വരിത മാർഗത്തിൽ കൂടി എത്രയും പെട്ടെന്ന് സത്യം കണ്ടെത്തി പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട അംശമാണ് ഈ അമ്മ ആവശ്യപ്പെടുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുക്കണമെന്നുള്ള ന്യായമായ ആവശ്യം. അത് നിഷേധിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, ആ അമ്മയ്ക്കും ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിശ്വാസമില്ലാത്ത ഒരാളെ ആ സ്ഥാനത്ത് വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഈ കേസ് അട്ടിമറിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയുവാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതൊക്കെ കോടതി തന്നെ പറഞ്ഞതാണ്. ഈ അമ്മയോട് ചോദിച്ചിട്ട് വേണം, അവർക്കൂടെ വിശ്വാസമുള്ള ഒരാളെ വേണം പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വെക്കുവാനായിട്ട് എന്ന് കോടതി വിധി ഉള്ളപ്പോൾ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ സമരം ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഇരയാക്കപ്പെട്ട ആ കുട്ടികളുടെ അമ്മയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കൂടെ വിശ്വാസമുള്ളവർ ആവശ്യപ്പെടുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കണം എന്നുള്ള ന്യായമായ ആവശ്യം ഈ പ്രതിഷേധ സംഗമം ഒരിക്കൽ കൂടി ഏറ്റവും ശക്തമായ ഭാഷയിൽ അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സമരം ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് അന്വേഷണത്തെ വഴിമാറ്റി
പ്രതികൾക്ക് രക്ഷപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥരെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരെ അദ്ദേഹം ഉപകാര സ്മരണ എന്ന രീതിയിലാണോ എന്നറിഞ്ഞുകൂടാ, അദ്ദേഹം പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണോ എന്നറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് വലിയ ഉന്നതമായ സ്ഥാനക്കയറ്റവും സ്ഥാനമാനങ്ങളും ഒക്കെ നൽകാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നു. അതിനോടുള്ള പ്രതിഷേധം കൂടെയായിട്ടാണ് ഈ പ്രതിഷേധ സംഗമം എന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ ചെയ്താൽ അത് ഇരകളോട് ചെയ്യുന്ന ക്രൂരത മാത്രമല്ല, ഈ സമരത്തോട് കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും ചെയ്യുന്ന ക്രൂരത മാത്രമല്ല, നിയമവ്യവസ്ഥയോട്, നീതി എന്ന സങ്കല്പത്തോട്, നമ്മളെല്ലാവരും മുറുകെ പിടിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയോട്, പോലീസ് സംവിധാനം മുന്നോട്ട് വയ്ക്കുന്ന സത്യത്തോട്, നീതിയോട്, ആ മൂല്യങ്ങളോട് ചെയ്യുന്ന അപരാധമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുകയോ അവർക്ക് ഉപകാര സ്മരണ എന്ന രീതിയിൽ സ്ഥാനക്കയറ്റമോ അധികാര ചിഹ്നങ്ങളോ ഒക്കെ നൽകുവാനുള്ള ശ്രമത്തിൽ നിന്നും അധികാരികൾ പിന്നോട്ട് മാറണമെന്ന് വളരെ വിനീതമായി എന്നാൽ ശക്തമായ ഭാഷയിൽ ഈ സമരത്തിന്റെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, ഞാൻ ഇന്നിങ്ങോട്ട് പോരുമ്പോഴും ആലപ്പുഴയിൽ നമ്മുടെ കൺമുമ്പിൽ നടന്ന, ഏറ്റവും അടുത്ത് നടന്ന ഒരു സ്ത്രീ പീഡനത്തിന്റെ വാർത്ത കണ്ടിട്ടാണ് വരുന്നത്. അതൊരു ദളിത് പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പ്രചരിക്കുകയാണ്. നിത്യസംഭവങ്ങളായി സാക്ഷരതയുള്ള, വിദ്യാഭ്യാസമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തിന് ചേരാത്ത, നിരക്കാത്ത നിരവധി സംഭവങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയുടെ രംഗത്ത് ഒത്തിരി വീഴ്ചകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സ്ത്രീ പീഡനങ്ങൾ പെരുകുന്നു, ഇരയാക്കപ്പെടുന്നവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, സ്ത്രീ സുരക്ഷയും ലിംഗനീതിയും ഒക്കെ പ്രഖ്യാപിക്കുന്ന, അതൊക്കെ എപ്പോഴും മുന്നോട്ട് പിടിക്കുന്ന ഒരു സമൂഹത്തിന് ഭൂഷണമല്ല അത് എന്ന് മാത്രമല്ല, 7 വർഷം പിന്നിടുന്ന ആ വലിയ ട്രാജഡി നമ്മുടെയൊക്കെ ഹൃദയത്തിൽ, മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ട് 7 വർഷം പിന്നിടുമ്പോഴും ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ അമ്മയ്ക്ക് ഇന്നും ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. തന്റെ മക്കളെ പിച്ചിച്ചീന്തിയ, കൊന്നൊടുക്കിയ കാപാലികന്മാർക്ക് ശിക്ഷ ലഭിക്കുന്നതുവരെ ആ സമരം മുന്നോട്ട് പോകും. അത് അമ്മയുടെ ആവശ്യം മാത്രമല്ല, സ്ത്രീത്വത്തെ, നീതിയെ, സത്യത്തെ, ന്യായത്തെ, അത്തരം മൂല്യങ്ങളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാളയാർ നീതി പുനഃസ്ഥാപിക്കുക, ഇനി ഒട്ടും താമസിക്കാതെ ഈ വിഷയത്തിൽ നീതി നടപ്പിലാക്കുക, പ്രതികൾക്ക് അർഹമായ ശിക്ഷ നടപ്പിലാക്കുന്ന തരത്തിൽ അന്വേഷണവും വിചാരണയും നീതിന്യായ വ്യവസ്ഥയുടെ മറ്റ് കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധയുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിന് എന്റെ വ്യക്തിപരമായ നാമത്തിലുള്ള എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.